ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ദ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കറസ്പോണ്ടിങ് ടു ലാംഡ ഈസ് ഈക്വൽ ടു 2 ആൻഡ് ലാംഡ ഈസ് ഈക്വൽ ടു 8 ഓഫ് ദ മെട്രിക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ് ഫോർ രണ്ട് വാല്യൂസ് ഓഫ് ലാംഡ തന്നിട്ടുണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു 2 and lambda is equal to 8. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെട്രിക്സ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? a minus lambda I കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ലാംഡയുടെ വാല്യൂ is equal to 2 ആവുന്ന സമയത്ത് 2i ആണ്. 2 0 0 0 2 0 0 0 2 എന്ന് വരും. അപ്പൊ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? a minus 2i കണ്ടുപിടിക്കാം. a minus 2i ചെയ്യുന്ന സമയത്ത് 6 minus 2 4 എന്ന് വരും. ബാക്കി എലമെന്റ്സിന് വ്യത്യാസമില്ല. -2 2 then -2 then 3 minus 2 1 എന്ന് വരും. -1 അതുപോലെ എഴുതാം. 2 -1 then 3 minus 2 1 എന്ന് വരും. അപ്പൊ നമുക്ക് a minus 2i കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഗോസ് എലിമിനേഷൻ മെത്തേഡ് പെർഫോം ചെയ്യാം. ഗോസ് എലിമിനേഷൻ മെത്തേഡ്, അതായത് ഈ ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള എലമെന്റ്സിനെ നമ്മൾ 0 ആക്കുക. അപ്പൊ ഇവിടെ ഈ ഒരു എലമെന്റ് വെച്ചിട്ട് ബാക്കി രണ്ട് എലമെന്റ്സിനെ 0 ആക്കുക. ദെൻ ഈ ഒരു എലമെന്റ് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ 0 ആക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? R2 tends to 2R2 plus R1 ചെയ്യാം. R3 tends to 2R3 മൈനസ് R1 ചെയ്യാം. 2R3 2 into 2 4 വരും. ഇവിടെ നമുക്ക് R2 tends to 2R2 plus R1 ഇവിടെ 2R3 മൈനസ് R1 ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. 4 - 2 2 എന്ന് തന്നെ വരും. ദെൻ -4 + 4 0. ദെൻ അടുത്ത എന്താ? 2 ആണ്. 2 -2 0 എന്ന് വരും. ദെൻ വരുന്നത് -2 + 2 അതും 0 എന്ന് വരും. അടുത്ത റോ നോക്കുമ്പോൾ 4 - 4 0 എന്ന് വരും. ദെൻ -2 + 2 which is 0 എന്ന് വരും. ദെൻ 2 - 2 0 എന്ന് വരും. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് n മൈനസ് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. n മൈനസ് നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പൊ ഇവിടെ n എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളം ആണ്. ഈ ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം 3ഉം നമ്പർ ഓഫ് നോൺ സീറോ റോസ് വരുന്ന 1ഉം ആണ്. അപ്പൊ 3 - 1 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഇനി അടുത്ത ഫോർ ലാംഡ ഈസ് ഈക്വൽ ടു 2 നമ്മൾ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. 3 - 1 2 എന്ന് കിട്ടി. ഇനി അടുത്ത ലാംഡ ഈസ് ഈക്വൽ ടു 8. അപ്പൊ നമ്മൾ a - 8i ചെയ്തു. a - 8i നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത അഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം? ഗോസ് എലിമിനേഷൻ മെത്തേഡ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കിട്ടും? അപ്പൊ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി 0 ആയി പോകും. ഇവിടെ ഇത് കംപ്ലീറ്റ്ലി 0 ആയി പോകും. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ n മൈനസ് നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പൊ n എന്ന് പറയുന്നത് 3 ആണ്. 3 - 2 which is equal to 1. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ 2,1 ആണ്. ഓപ്ഷൻ സി ആണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന് മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. മെട്രിക്സ് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? x1 x2 x3. അപ്പം അതിന്റെ കോഎഫിഷ്യൻസ് എഴുതുമ്പോൾ 1 1 1. x1 x2 x3 ഇല്ല, അപ്പൊ 0 കൊടുക്കുക. x1 + x2 + x3 അപ്പൊ 1 1 1 എന്ന് വരും. x1 x2 x3 which is equal to എത്ര വരും? 301 എന്ന് വരും. 301. അപ്പൊ ഈ തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നമുക്ക് യൂണീക് സൊല്യൂഷൻ ആണോ വരുന്നത്, നോ സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ, അതോ only one സൊല്യൂഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതെന്ന് പറയുന്ന മെട്രിക്സ് എ ആണ്. ഇനി നമ്മൾ a augmented b കണ്ടുപിടിക്കാം. a augmented b എന്ന് പറയുമ്പോൾ ഇവ തമ്മിൽ നമ്മൾ ചേർത്ത് എഴുതുക. അപ്പൊ a augmented b മെട്രിക്സിനെ എങ്ങനെ എഴുതാം? 1 1 1. ഈ മെട്രിക്സിന് അതേപോലെ എഴുതിക്കേ. 1 1 0 then 1 1 1. ഇനി ഇതിനെ ഇവിടോട്ട് നമ്മൾ എടുത്ത് എഴുതാം. 3 0 1. അപ്പൊ ഇതാണ് എന്ത്?
എ ഓഗ്മെന്റഡ് ബി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കണ്ടീഷൻ എന്താണ്? നമുക്ക് യുണീക് സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ് ആണോ, അതോ ഓൺലി വൺ സൊല്യൂഷൻ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് റാങ്ക് ഓഫ് എ നമ്മൾ കണ്ടുപിടിക്കുക. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ്. ഇവിടെ 3 ആണ്, x1 x2 x3 എന്ന് പറയുമ്പോൾ 3 വേരിയബിൾ ആണ്. ഇത് 3 ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? യുണീക് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി വിച്ച് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. നമ്മുടെ നമ്പർ ഓഫ് ഈ അൺനോൺ വേരിയബിൾസിന്റെ കാര്യം ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി ആണെങ്കിൽ നമുക്ക് നോ സൊല്യൂഷൻ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ എ ഓഗ്മെന്റഡ് ബി, ഇതിനെ എ ഓഗ്മെന്റഡ് ബി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും കണ്ടുപിടിക്കുക. അവ ഈക്വൽ ആണോ, നോട്ട് ഈക്വൽ ആണോ, ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണോ, അതോ ലെസ് ദാൻ ആണോ, ഈക്വൽ ടു നമ്പർ ഓഫ് ഈ ഒരു വേരിയബിൾസ് x1 x2 x3 ആണോ നോക്കുക, അതോ ലെസ് ദാൻ ആണോ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? യുണീക് സൊല്യൂഷൻ ആണോ വരുന്നത്, നോ സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഗോസ് എലിമിനേഷൻ മെത്തേഡ് പെർഫോം ചെയ്യുക. താഴെയുള്ള എലമെന്റ്സിനെ 0 ആക്കുക. അങ്ങനെ 0 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R2 ടെൻസ് ടു R2 മൈനസ് R1 കിട്ടും. R3 ടെൻസ് ടു R3 മൈനസ് R1 കിട്ടും. അപ്പൊ നമുക്ക് അത് ചെയ്യാം. R2 ടെൻസ് ടു R2 മൈനസ് R1, R3 ടെൻസ് ടു R3 മൈനസ് R1. അപ്പൊ നമുക്കിവിടെ നല്ല രീതിയിൽ ഒന്ന് എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 1 1 1 3 then 1 1 0 0 then 1 1 1 3 0 1 അല്ലേ. ഇനി നമുക്കിതിനെ റെഡ്യൂസ് ചെയ്ത് നോക്കാം. റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? R2 ടെൻസ് ടു R2 മൈനസ് R1, R3 ടെൻസ് ടു R3 മൈനസ് R1 ചെയ്യാം. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 1 1 3 എന്ന് വരും. ഇനി R2 മൈനസ് R1, 1 മൈനസ് 1 0, 1 മൈനസ് 1 0, then 0 മൈനസ് 1 മൈനസ് 1, 0 മൈനസ് 3, 0 മൈനസ് 3 നമുക്ക് മൈനസ് 3 എന്ന് കിട്ടും. ഇനി R3 ടെൻസ് ടു R3 മൈനസ് R1, 1 മൈനസ് 1 0, 1 മൈനസ് 1 0, 1 മൈനസ് 1 0. ഇനി 1 മൈനസ് 3, 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 2 എന്ന് കിട്ടി. ഇനി എന്താണ്? ഇതാണ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത്. ഇതാണ് റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റാങ്ക് ഓഫ് എ, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ എയുടെ ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുമ്പോൾ 2 എണ്ണമാണ്. റാങ്ക് ഓഫ് എ 2 ആണ്. ഇനി റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി നോക്കിക്കേ. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എടുക്കുമ്പോൾ 1 2 3 വരെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി. അപ്പം നമുക്ക് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, നോ സൊല്യൂഷൻ ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ തന്നിട്ടുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പൊ നമ്മുടെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പെർഫോം ചെയ്തിട്ട് നമ്പർ ഓഫ് നോൺ സീറോ റോസ് കണ്ടുപിടിച്ചാൽ മാത്രം മതിയാകും. അപ്പൊ നമുക്കിവിടെ അഗെയിൻ നമുക്ക് നോക്കാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 1 1 1 1 മൈനസ് 1 0 1 1 1. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുമെന്ന് നോക്കാം. R2 ടെൻസ് ടു R2 മൈനസ് R1 ആൻഡ് R3 ടെൻസ് ടു R3 മൈനസ് R1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 1 1 then 1 മൈനസ് 1 0 then മൈനസ് 1 മൈനസ് 1 that is മൈനസ് 2, 0 മൈനസ് 1 മൈനസ് 1, 1 മൈനസ് 1 0, 1 മൈനസ് 1 0, 1 മൈനസ് 1 0 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്ന കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി 2 ആണ് കറക്റ്റ് വരുന്നത്. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഈക്വൽ ടു 2. സോ ഇവിടെ ആ ഒരു തന്നിട്ടുള്ള ഗിവൻ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ, 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ 2 വേരിയബിൾസ്
ആണ് ഇവിടെ വരുന്നത്. നമ്പർ ഓഫ് അൺനോൺസ് എക്സും വൈയും ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇത് യുണീക് സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ഇവിടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. 4x plus 2y അല്ലെ. ഇനി അടുത്ത 2x plus y. എക്സും വൈയും ആണ് വേരിയബിൾസ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 7, 6 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ ഓഗ്മെന്റഡ് ബി മെട്രിക്സ് എഴുതാം. അപ്പൊ ഇതിനെ ചേർത്ത് എഴുതുമ്പോൾ 4, 2, 2, 1, 7, 6 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ താഴെയുള്ള എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? 0 ആക്കുക. താഴെയുള്ള എലമെന്റ്സിനെ 0 ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? R2 tends to 2R2 മൈനസ് R1 ചെയ്യാം. അപ്പൊ 2R2 മൈനസ് R1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4, 2, 7. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. സെക്കൻഡ് റോ വരുമ്പോൾ 2 into 2 4, 4 minus 4 0 എന്ന് വരും. ഇനി 1 into 2 2 വരും. 2 minus 2 എന്ന് പറയുന്നത് എന്താണ്? 0 എന്ന് വരും. ഇനി 6 into 2 12 ആണ് വരുന്നത്. ഇനി 12 ന്ന് നമ്മൾ 7 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ ഇനി നമ്മൾ നോക്കിക്കേ, ഇവിടെ റാങ്ക് ഓഫ് എ എത്രയാണ്? ഈ എയുടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 1 ഉള്ളൂ. ഇനി റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പം റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി ആണ്. നോട്ട് ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോട്ട് ഈക്വൽ ടു ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ നോ സൊല്യൂഷൻ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി നോ സൊല്യൂഷൻ ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഹാസ് നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ വരണം. നോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി. നോ സൊല്യൂഷൻ വരണമെങ്കിൽ ലാംഡയുടെയും ന്യൂവിന്റെയും വാല്യൂ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താണ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡലാണ്. അപ്പൊ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 6. ദെൻ എക്സ് പ്ലസ് 4y പ്ലസ് 6z ഈസ് ഈക്വൽ ടു 20. എക്സ് പ്ലസ് 4y പ്ലസ് ലാംഡ ഇസഡ് ഈസ് ഈക്വൽ ടു ന്യൂ. ഹാസ് no solution for the values. ഏത് ലാംഡയ്ക്കും ന്യൂക്കും ഏത് വാല്യൂ വരുമ്പോഴാണ് നമുക്ക് നോ സൊല്യൂഷൻ കിട്ടുക? നമുക്കറിയാം നോ സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നോ സൊല്യൂഷൻ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം? മെട്രിക്സ് ഫോമിൽ ഈ തന്നിട്ടുള്ള ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 3 വേരിയബിൾ ആണുള്ളത്, എക്സ് വൈ ഇസഡ്. അപ്പം ഇതിന്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതിയാൽ മതി. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ 1, 1, 1. ഇനി എക്സ് പ്ലസ് 4y അപ്പൊ 4, 6z. ഇനി അടുത്ത എക്സ് പ്ലസ് 4y പ്ലസ് ലാംഡ ഇസഡ്. പിന്നെ എക്സ് വൈ ഇസഡ് which is equal to RHS എന്തൊക്കെയാ വരുന്നത്? 6, 20 ന്യൂ അല്ലെ. 6, 20 ന്യൂ ആണ് RHS വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് എ ആണ് അല്ലെ. എ ഓഗ്മെന്റഡ് ബി അതിനെ ഒരുമിച്ച് എഴുതുമ്പോൾ മാട്രിക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1, 1, 1, 1, 4, 6, 1, 4 ലാംഡ, 1, 4 ലാംഡ. ഇനി ഇത് RHS ഇതിനോട് ചേർത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് 6, 20 ന്യൂ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ കിട്ടി. എ ഓഗ്മെന്റഡ് ബി കിട്ടിയേ. നമുക്ക് എ ഓഗ്മെന്റഡ് ബി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ എലിമിനേഷൻ മെത്തേഡ് പെർഫോം ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും? R2 tends to R2 minus R1. ഇതിന്റെ താഴെയുള്ള എലമെന്റ്സിനെ 0 ആക്കണം അല്ലെ. R2 tends to R2 minus R1. R3 tends to R3 minus R1 ചെയ്യാം. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും? 1, 1, 1, 1, 6. ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല. സെക്കൻഡ് റോ R2 മൈനസ് R1, 1 മൈനസ് 1 0, 4 മൈനസ് 1 3 എന്ന് വരും. ഇനി അടുത്ത 6 മൈനസ് 1 5 എന്ന് വരും. 20 മൈനസ് 6 എത്ര എന്ന് വരും? 14 എന്ന് വരും. ഇനി ഇവിടെ എന്ത് വരും? 1 മൈനസ് 1 0 എന്ന് വരും. 4 മൈനസ് 1 അഗെയിൻ ഇവിടെ നമുക്ക് 4 മൈനസ് 1 3 എന്ന് വരും. ലാംഡ മൈനസ് 1 എന്ന് വരും. ഇനി അടുത്ത ന്യൂ മൈനസ് 6 എന്നും വരും.
തീർന്നോ? ഇല്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ താഴെയുള്ള എലമെന്റ്സിനെ സീറോ ആക്കണം. അടുത്ത നമുക്ക് ഇത് വെച്ചിട്ട് ഈ എലമെന്റിനെ സീറോ ആക്കി കൊടുക്കാം. ഈ എലമെന്റിനെ സീറോ ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? R3 tends to R3 minus R2 ചെയ്താൽ മതിയല്ലോ. R3 tends to R3 minus R2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും നോക്കിക്കേ, 1 1 1 6 അതുപോലെ വരും. ഇനി അടുത്ത സെക്കൻഡ് റോയ്ക്ക് മാറ്റമില്ല, 0 3 5 14 എന്ന് വരും. ഇനി അടുത്ത 0 3 minus 3 again 0. ഇനി lambda minus 1 minus 5, that is lambda minus 1 minus 5, lambda minus 6 എന്ന് വരും. nu minus 6 minus 14, that is nu minus 20 എന്ന് വരും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ലാംഡയുടെ വാല്യൂ ഏതാകണം? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഈസ് ഈക്വൽ ടു 6ഉം ന്യൂ നോട്ട് ഈക്വൽ ടു 20 വന്നു കഴിഞ്ഞാലല്ലേ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി ആവും. അതായത് ലാംഡയുടെ വാല്യൂ 6 ആകുന്ന സമയത്ത് 6 minus 6 0 ആയി പോകും. അപ്പൊ നമുക്ക് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 എന്നും കിട്ടും. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി നമുക്ക് 3 കിട്ടണം, എന്നാലേ അത് നോട്ട് ഈക്വൽ ആവും. 3 കിട്ടണമെങ്കിൽ ന്യൂയുടെ വാല്യൂ എന്താവണം? നോട്ട് ഈക്വൽ ടു 20 ആവണം. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 6ഉം ന്യൂ നോട്ട് ഈക്വൽ ടു 20 ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലാംഡ ഈസ് ഈക്വൽ ടു 6, ന്യൂ നോട്ട് ഈക്വൽ ടു 20. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഈ ഒരു 5ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. വളരെ പ്രധാനപ്പെട്ട ടൈപ്പിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അഗെയിൻ നമ്മൾ ഇവിടെ നമുക്ക് മെട്രിക്സിന്റെ ഫോമിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇത് യുണീക് സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ, എക്സാക്ട്ലി 2 സൊല്യൂഷൻ ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എ ഓഗ്മെന്റഡ് ബി മെട്രിക്സ് എഴുതിയതിനു ശേഷം അതിനെ റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്തതിന് ശേഷം അപ്പൊ നമുക്ക് ഇപ്പൊ റെഡ്യൂസ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ആ ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? 0 ആക്കുക. അങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. ഈ ഒരു രീതി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? റാങ്ക് ഓഫ് എ, നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. അപ്പൊ റാങ്ക് ഓഫ് എ ഇവിടെ എന്താണ്? 2 നമ്പർ ഓഫ് നോൺ സീറോ റോ വരുമ്പോൾ ഇതും മാത്രമല്ലേ നോൺ സീറോ റോ ആയിട്ടേ ഉള്ളൂ. അപ്പൊ റാങ്ക് ഓഫ് എ 2 എന്ന് കിട്ടി. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി തന്നെയാണ്. റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി 2 തന്നെയാണ്. അപ്പൊ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. നമ്മുടെ ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 എണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷെ 2 ആണ് വന്നത്. അപ്പൊ ലെസ് ദാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്? ഇൻഫൈനൈറ്റ്ലി മെനി നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പൊ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. x plus y plus z is equal to 6, then 2x plus y plus z is equal to 7, 2x plus 2y plus z equal to 8. അപ്പൊ ഇക്വേഷന്റെ ഫോർമുല തന്നിട്ടുള്ള മെട്രിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ എ ഓഗ്മെന്റഡ് ബി കണ്ടുപിടിച്ചിട്ട് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബിയും കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും. യുണീക് സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? മെട്രിക്സ് ഫോമിൽ ചെയ്താൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 6. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ 1 1 1 2x, അപ്പൊ 2y z. ഇനി x 2y z. നമുക്ക് നമ്പർ ഓഫ് അൺനോൺസ് എന്തൊക്കെയാണ്? x y z ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 6 7 8. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എ ഓഗ്മെന്റഡ് ബി മെട്രിക്സ് എഴുതുക. അപ്പൊ നമുക്ക് എന്ത് വരും? 1 1 1 2 1 1 1 2 1. അതിന്റെ കൂടെ ഈ ഒരു RHSും കൂടെ ചേർത്ത് ചെയ്ത് അപ്പൊ നമുക്ക് 6 7 8 എന്നും കൂടെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ റെഡ്യൂസ് ചെയ്താൽ മതി. ഇതിന്റെ താഴെയുള്ള എല്ലാ ഇതിനെയും 0 ആക്കിയാൽ മതി. ആ സമയത്ത് നമുക്ക് റാങ്ക് ഓഫ് എ, അതിന് നമ്മൾ എന്ത് ചെയ്യുക? R3 minus R1ഉം R2 minus 2R1ഉം പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ റാങ്ക് ഓഫ് എ എത്രയാണ്? ഇവിടെ എത്ര നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണുള്ളത്? 1 2 3. അപ്പൊ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു
3 എന്ന് കിട്ടി. ഇനി റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി നോക്കാം. എത്രയാണ്? അതും എത്രയാണ്? 1 2 3 തന്നെയാണ്. നമ്പർ ഓഫ് അൺനോൺസ് എക്സ് വൈ ഇസഡ് 3 ആയിരുന്നു. അപ്പൊ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? യുണീക് സൊല്യൂഷൻ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഗിവൺ ബിലോ. അപ്പൊ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? ഒരു 3/4 മെട്രിക്സ് തന്നിട്ടുണ്ട്. 3 റോയും 4 നമ്പർ ഓഫ് കോളവും ഉണ്ട്. ഈ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. റാങ്ക് കണ്ടുപിടിക്കാൻ എന്താണ്? ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ള എലമെന്റ്സിനെ 0 ആക്കി നോക്കുക. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇതിനെ നമ്മൾ എ ഓഗ്മെന്റ് മെട്രിക്സ് എ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ അതുപോലെ എടുത്ത് എഴുതി ഇതിന്റെ താഴെയുള്ള എല്ലാ എലമെന്റ്സിനെ 0 ആക്കാം. അതിനെ 0 ആക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? R2 ടെൻസ് ടു നമുക്ക് R2 ടെൻസ് ടു നമുക്ക് എങ്ങനെ എഴുതാം? R2 ടെൻസ് ടു R2 മൈനസ് 4R1 എന്ന് ചെയ്യാം. ഇനി അടുത്തത് R3 ടെൻസ് ടു R3 പ്ലസ് R1 ചെയ്യാം. അപ്പൊ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 4 5 3 0 0 0 0 0 0. ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. സോ ഈ തന്നിട്ടുള്ള ഗിവൺ മെട്രിക്സിന്റെ റാങ്ക് ഈസ് ഈക്വൽ ടു 1 ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ട്രേസ് ഓഫ് ദ എബോവ് മെട്രിക്സ്. ഒരു 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. 3 റോയും 3 കോളവും ആണ് വരുന്നത്. ഈ തന്നിട്ടുള്ള മെട്രിക്സിന്റെ ട്രേസ് കണ്ടുപിടിക്കുക. എന്താണ് ട്രേസ് എന്ന് പറയുന്നത്? സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഡയഗണൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? 1 + 5 + 9 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി 15 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ് എന്ത്? ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? 10ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ലെറ്റ് എ ആൻഡ് ബി ബി എനി സ്ക്വയർ മെട്രിക്സ്. എയും ബിയും സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റുമോ? എ ബി ഈസ് ഈക്വൽ ടു ബി ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എ ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം വാല്യൂ തന്നെ ബി ഇൻറ്റു എ കിട്ടണമെന്നില്ല. എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു ബി പ്ലസ് എ. നമ്മൾ മെട്രിക്സ് അഡിഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്, അല്ലാതെ നോട്ട് ഈക്വൽ ടു അല്ല. അപ്പം ഇതും തെറ്റാ, ഇതും തെറ്റാ. എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ. എ മൈനസ് ബി ചെയ്യുമ്പോൾ സെയിം ആൻസർ തന്നെ ബി മൈനസ് എ വരണോ നിർബന്ധമില്ല. അപ്പൊ ഇത് 3ഉം തെറ്റാ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത 11ാമത്തെ ക്വസ്റ്റിനോട്ട് കടക്കാം. ഇഫ് എ ഈസ് ആൻ m/n മെട്രിക്സ് സച്ച് ദാറ്റ് എ ബി ആൻഡ് ബി എ ബോത്ത് ആർ ഡിഫൈൻഡ് ദെൻ ബി ഈസ്. എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് എ ബി ആൻഡ് ബി എ നമുക്ക് എ ഇൻറ്റു ബി അല്ലെങ്കിൽ ബി ഇൻറ്റു എ പെർഫോം ചെയ്യണമെങ്കിൽ ബി മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കണം? ബി മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് n/m ആയിരിക്കണം. ഇത് റോ ബൈ കോളം ആണ് അല്ലെ? അതായത് ഈ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഈക്വൽ ആണെങ്കിൽ മാത്രമല്ലേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എ എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സ് ആണെങ്കിൽ എ ബി ആൻഡ് ബി എ പെർഫോം ചെയ്യണമെങ്കിൽ ബിയുടെ ഓർഡർ എന്തായിരിക്കണം? n/m ആയിരിക്കണം. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 11ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്തുവാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ആദ്യത്തേത് ഡിറ്റർമിനന്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന വാല്യൂ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റുമോ? ഡിറ്റർമിനന്റ് ഈസ് എ നമ്പർ അസോസിയേറ്റ്. അപ്പൊ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Determinant is a number associated to a matrix. Determinant is a number associated to a square matrix. Determinant എന്ന് പറയുന്ന ഒരു നമ്പർ ആണ് which is associated to a square matrix ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. Determinant is a number which is associated with a square matrix. അപ്പൊ അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് എ ആൻഡ് ബി ആർ 2 മെട്രിക്സസ്, എയും ബിയും 2 മെട്രിക്സസ് ആണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു എ. അപ്പൊ എ ബി എ ആകുന്നു, ബി എ ബി ആകുന്നു. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ എന്താണ്? അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്?
AB is equal to A and BA is equal to B. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? B സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ B സ്ക്വയറിനെ നമുക്ക് B ഇൻറ്റു നമുക്ക് B എന്ന് പറയുന്നതും ഈക്വൽ ടു നമുക്ക് B സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താം? B ഇൻറ്റു BAB ഈസ് ഈക്വൽ ടു B സ്ക്വയർ നമുക്ക് എഴുതാമല്ലോ. അപ്പൊ BAB is equal to B square എന്ന് എഴുതുമ്പോൾ B into AB is equal to B square എന്ന് വരും. ഈ AB is equal to എന്താണ്? A ആണ്. അപ്പൊ നമുക്ക് BA is equal to B square എന്ന് വരും. അപ്പൊ BAയുടെ വാല്യൂ which is equal to എന്താണ്? B ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ B square is equal to എന്തെന്ന് കിട്ടും? B എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ B square is equal to B ആണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് സെറ്റ് ടു ബി ഇൻകൺസിസ്റ്റന്റ്. ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻകൺസിസ്റ്റന്റ് ആകണമെങ്കിൽ, ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഒരു സൊല്യൂഷൻ ഉള്ളതാണോ, നോ സൊല്യൂഷൻ ആണോ, വൺ ഓർ മോർ സൊല്യൂഷൻ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് സൊല്യൂഷൻ ഒന്നും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. അപ്പൊ റാങ്ക് ഓഫ് മെട്രിക്സ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി മെട്രിക്സ് ആണ് എന്ത്? ഇൻകൺസിസ്റ്റന്റ് അല്ലെങ്കിൽ നോ സൊല്യൂഷന്റെ കണ്ടീഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റാങ്ക് ഓഫ് മെട്രിക്സ് എ ആൻഡ് റാങ്ക് ഓഫ് മെട്രിക്സ് എ ട്രാൻസ്പോസ് ഈസ് ഗിവൺ ബൈ വേർ എ ട്രാൻസ്പോസ് ഇസ് ദ ട്രാൻസ്പോസ് ഓഫ് എ. അപ്പൊ നമുക്ക് എന്ത് പറയാം? റാങ്ക് ഓഫ് എ greater than rank of A transpose ആണോ, rank of A less than rank of A transpose ആണോ, rank of A is equal to rank of A transpose ആണോ? ഇവിടെ ഈക്വൽ ടു ആണ് വരുന്നത്. അപ്പം എന്താണ്? ഒരു മെട്രിക്സിന്റെ ഒരു എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിന്റെ റാങ്ക് എപ്പോഴും അതിന്റെ ട്രാൻസ്പോസിന്റെ റാങ്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് റാങ്ക് ഓഫ് മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് മെട്രിക്സ് എ ട്രാൻസ്പോസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താണ്? റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് കാണാൻ നമുക്കറിയാലോ, ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ്. ഇനി അടുത്ത ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് സൊല്യൂഷൻ ഹാസ് നോ സൊല്യൂഷൻ. അതായത് നമ്മുടെ കെയുടെ വാല്യൂ എന്താകുമ്പോഴാണ് ഈ തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് സൊല്യൂഷൻ, സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നോ സൊല്യൂഷൻ വരുന്ന കണ്ടീഷൻ ഏതെന്നാണ് പറയുന്നത്. അപ്പൊ നോ സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഈ നോൺ സൊല്യൂഷൻ വരുന്നത്? ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമുക്ക് നോ സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ഇവിടെ മെട്രിക്സ് തന്നിട്ടുണ്ട് 1 5 7 7 k 9 2 7 4. അപ്പൊ അതിന്റെ എന്ത് ചെയ്യാം? നമ്മൾ ഡിറ്റർമിനന്റ് ഇക്വേറ്റ് ടു 0 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അൺനോൺ ആയിട്ടുള്ള കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഡിറ്റർമിനന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 1 ഇൻറ്റു അത് ഉൾപ്പെട്ടിട്ടുള്ള റോയും കോളോ എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. k ഇൻറ്റു 4 4k മൈനസ് 9 ഇൻറ്റു 7 63 എന്ന് വരും. ഇനി അടുത്തത്, ഇനി അത് കഴിഞ്ഞിട്ട് മൈനസ് ഈ ഒരു എലമെന്റ് 5 -5 ഇൻറ്റു അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളം എലിമിനേറ്റ് ചെയ്യുമ്പോൾ 7 ഇൻറ്റു 4 28 മൈനസ് 9 ഇൻറ്റു 2 18 എന്ന് വരും. ഇനി അടുത്തത് +7 ഇൻറ്റു 7 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളം എലിമിനേറ്റ് ചെയ്യുക. ബാക്കി എന്ത് വരും? 7 ഇൻറ്റു 7 49 മൈനസ് 2k എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? -10k പ്ലസ് 230. നമ്മൾ പറഞ്ഞ എന്താണ്? നോ സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. അപ്പൊ ഡിറ്റർമിനന്റിനെ നമ്മൾ ഈക്വേറ്റ് ടു 0 ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10k ഈക്വൽ ടു 230 എന്ന് കിട്ടും. k ഈക്വൽ ടു 230 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഇസ് ഈക്വൽ ടു 23. അപ്പൊ നമുക്ക് ഇവിടെ അൺനോൺ ആയിട്ടുള്ള കെയുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. കെയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 23 ആണ് വരുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കടക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ ഇത്രയും നേരം ചെയ്ത് കണ്ട അതേ പാറ്റേൺ ആണ് റാങ്ക് കണ്ടുപിടിക്കുക. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടിരിക്കുന്ന എന്താണ്? ഇതൊക്കെ മുൻ വർഷങ്ങളിൽ പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്താണ്? റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഇതിന്റെ റാങ്ക് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം ഈ മെട്രിക്സ് എ തന്നിട്ടുണ്ട്, നമ്മൾ അതിന്റെ താഴെയുള്ള എല്ലാ എലമെന്റ്സിനെയും 0 ആക്കുക. നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കുക. ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 ആണ് കിട്ടുന്നത്. സോ ഈ തന്നിട്ടുള്ള എ എന്നുള്ള മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗിവൺ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷൻ നോക്കിക്കേ. x പ്ലസ് y പ്ലസ് z ഈസ് ഈക്വൽ ടു 2, 2x പ്ലസ് y മൈനസ് z ഈസ് ഈക്വൽ ടു 3. ദെൻ
3x plus 2y plus k z equal to 4. It has unique solution. ഇതിന് യൂണീക് സൊല്യൂഷൻ എപ്പോഴാണ് വരുന്നത്? അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷന്റെ യൂണീക് സൊല്യൂഷൻ വരണമെങ്കിൽ എന്താണ്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് വരണം. അങ്ങനെയുള്ള കേസിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? യൂണീക് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ വരും? x plus y plus z is equal to 2. അതിനെ നമ്മൾ ഇക്വേഷന്റെ ഫോമിൽ എഴുതിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 1 1 1 2 1 minus 1 3 2k. അപ്പൊ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 1 ഇൻറ്റു അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോയും കോളും എലിമിനേറ്റ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു കെ മൈനസ് 2 ദാറ്റ് ഇസ് കെ പ്ലസ് 2 ഇൻറ്റു മൈനസ് 2k പ്ലസ് 3 പ്ലസ് 1. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് കെ എന്ന് കിട്ടും. മൈനസ് കെ എന്ന് കിട്ടും വിച്ച് ഈസ് മൈനസ് കെ ആണ്. നമുക്ക് ഇതിന്റെ മൈനസ് കെ എന്ന് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഹാസ് യൂണീക് സൊല്യൂഷൻ. യൂണീക് സൊല്യൂഷൻ വരണമെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റിന്റെ കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 വന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? യുണീക് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് കെ എന്ന് കിട്ടി. മൈനസ് കെ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കെ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ, k not equal to 0. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന് യുണീക് സൊല്യൂഷൻ വരണമെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. യുണീക് സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഡിറ്റർമിനന്റ് വാല്യൂ കെ കിട്ടി. കെ നോട്ട് ഈക്വൽ ടു 0 ആണ് കണ്ടീഷൻ വരുന്നത്. അപ്പൊ 18ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അക്കോർഡിംഗ് ടു കേലി ഹാമിൽട്ടൺ തിയറം എവരി ഡാഷ് മെട്രിക് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ അതിന്റെ ആ തിയറം പ്രകാരം ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് അതിന്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? സ്ക്വയർ മെട്രിക്സ് ആണ്. ആ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട്. എവരി സ്ക്വയർ മെട്രിക് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ 19ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് ഈസ് കോൾഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വൺ. ഒരു സ്ക്വയർ മെട്രിക്സിനെ എപ്പോഴാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്? Its transpose is an identity matrix. Its transpose is square of itself. Its transpose is equal to itself. Its transpose is equal to negative of itself. അതായത് എപ്പോഴാണ് സ്ക്യൂ സിമെട്രിക് ആവുന്നത്? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മൈനസ് എ വരുമ്പോഴാണ് എന്ത്? സ്ക്യൂ സിമെട്രിക് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. അപ്പം when the transpose of a matrix is equal to its own coefficient, then the square matrix is called skew symmetric matrix. അതിന്റെ തന്നെ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഇറ്റ്സെൽഫ് വരുമ്പോഴാണ് എന്ത്? ഒരു സ്ക്വയർ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആവുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 2/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? റാങ്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ഗോസ് എലിമിനേഷൻ മെത്തേഡ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് വരുന്ന ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് റാങ്ക് ഓഫ് മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? 1 ആണെന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്ത ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ ദ സെറ്റ് ഈസ് ലീനിയർലി ഡിപെൻഡന്റ്. കെയുടെ ഏത് വാല്യൂ വരുമ്പോഴാണ് ലീനിയർലി ഡിപെൻഡന്റ് ആയിട്ട് വരുന്നത്? അപ്പം ലീനിയർലി ഡിപെൻഡന്റിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ലീനിയർലി ഡിപെൻഡന്റ് ആകണമെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 1 ഇൻറ്റു അത് ഉൾപ്പെട്ടിട്ടുള്ള റോയും കോളം എലിമിനേറ്റ് ആകുമ്പോൾ 9 to 7 63 മൈനസ് 80 ദെൻ മൈനസ് 5 ഇൻറ്റു അത് ഇൻക്ലൂഡ് ചെയ്ത റോയും കോളം എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 1 into 9 മൈനസ് 8 പ്ലസ് 8 ഇൻറ്റു അത് ഇൻക്ലൂഡ് ആയിട്ടുള്ള റോയും കോളം എലിമിനേറ്റ് ചെയ്യുമ്പോൾ 1 into 10 10 മൈനസ് 7k എന്ന് വരും. നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18
മൈനസ് 16k എന്ന് വരും. 18 മൈനസ് 16k ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ 18 ഈസ് ഈക്വൽ ടു 16k എന്ന് കിട്ടും. ഈ കണ്ടീഷൻ ഒക്കെ ഓർത്തിരിക്കണം. k ഈസ് ഈക്വൽ ടു 18/16 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 18/16 ആണ്. 18/16 ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യന്റെ. ഇനി അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് സെറ്റ് ടു ബി ഹോമോജീനിയസ്. ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എപ്പോഴാണ് ഹോമോജീനിയസ് ആകുന്നത്? കോൺസ്റ്റന്റ് ഓൺ ദ RHS ആർ 0, കോഎഫിഷ്യൻസ് ആർ 0, വേരിയബിൾസ് ആർ 0, ഡിറ്റർമിനൻസ് ആർ 0. RHSലെ കോൺസ്റ്റന്റ് 0 ആകുമ്പോഴാണ് എന്ത് പറയുന്നത്? ഒരു സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഒരു ഇക്വേഷൻ ഹോമോജീനിയസ് ആണെന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെ വരും? a1x plus b1y plus c1z equal to 0, a2x plus b2y plus c2z equal to 0. ഇനി അടുത്ത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് ഇൻകൺസിസ്റ്റന്റ് ആണോ, കൺസിസ്റ്റന്റ് വിത്ത് യുണീക് സൊല്യൂഷൻ ആണോ, കൺസിസ്റ്റന്റ് വിത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഇക്വേഷന് പ്രത്യേകതയുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4x plus 6y യും ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x plus 3y ആണ്. അപ്പൊ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഓഗ്മെന്റഡ് മെട്രിക്സ് ഒക്കെ എടുത്ത് ചെയ്യാൻ വരട്ടെ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. അതെന്ന് പറയുന്നത് അപ്പൊ എന്താണ്? ഒരു സെയിം ലൈനിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെയിം ലൈനിൽ തന്നെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റന്റ്. ഒരു സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആവുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഗ്മെന്റഡ് ബി. അവിടെ എന്താണ്? നോ സൊല്യൂഷൻ എക്സിസ്റ്റ് ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈ കണ്ടീഷൻ ഒക്കെ ഓർത്തിരിക്കുക. ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു. ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിനെ ട്രയാങ്കുലർ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ക്രാമേഴ്സ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ. ക്രാമേഴ്സ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എപ്പോഴാണ്? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ക്രാമേഴ്സ് റൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രാമേഴ്സ് റൂളിന് സ്ക്വയർ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആയിരിക്കണം, നോൺ സീറോ ഡിറ്റർമിനന്റ് ആയിരിക്കണം. അതാണ് അതിന്റെ കണ്ടീഷൻ വരുന്നത്. നമ്മൾ അൺനോൺ വേരിയബിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x എന്ന് പറയുന്ന dx/d യും y എന്ന് പറയുന്ന dy/d യും d എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് a ആണ്. അപ്പൊ ക്രാമേഴ്സ് റൂൾ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് കണ്ടീഷൻ? നോൺ സീറോ ഡിറ്റർമിനന്റ് ആയിരിക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ. ഇനി അടുത്ത എന്താണ്? സൊല്യൂഷൻ. രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. x plus y is equal to 5 ഉം x minus y is equal to 1. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ആ രണ്ട് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ y ക്യാൻസൽ ആയി പോയി അല്ലേ? അപ്പൊ 2x is equal to 6 ഉം x is equal to 3 എന്നും കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പൊ നമുക്ക് x plus y is equal to 5 എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന് പകരം 3 കൊടുക്കുമ്പോൾ 3 plus y is equal to 5 ഉം y ന്റെ വാല്യൂ is equal to 2 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇൻ മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് സൊല്യൂഷൻ ax plus ax equal to b. അപ്പം ax is equal to b ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ വാല്യൂ ax is equal to b ആണെങ്കിൽ x is equal to എന്തെന്ന് പറയാൻ പറ്റും? a inverse b ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഫോർ എ ഹോമോജീനിയസ് സിസ്റ്റം ax is equal to 0 if determinant a not equal to 0. ഒരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ax is equal to 0 ആണ്. ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 അല്ല. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? ഇൻഫൈനൈറ്റ് ആണോ, നോ സൊല്യൂഷൻ ആണോ, ട്രിവിയൽ സൊല്യൂഷൻ ആണോ, ട്രൂ സൊല്യൂഷൻ ആണോ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ ആണ്. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 വരുവാണെങ്കിൽ കണ്ടീഷൻ ഓർക്കുക. വെൻ ഡിറ്റർമിനന്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 വരുവാണെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് സിംഗുലാർ മെട്രിക്സ് ആണ്. നോൺ സിംഗുലാർ മെട്രിക്സ് ആണ് വരുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. അപ്പൊ കണ്ടീഷൻ ഓപ്ഷൻ സി. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 വരുവാണെങ്കിൽ എന്താണ്? ഓൺലി ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ക്രാമേഴ്സ് റൂൾ കനോട്ട് ബി അപ്ലൈഡ് വെൻ ഡിറ്റർമിനന്റ് 0 ആയി പോയാലല്ലേ ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരും ടോപ്പിക്സ് ഒക്കെ നമുക്ക് കമ്മിങ് വീഡിയോസിൽ ചെയ്യാം. നമ്മുടെ ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.